പക്ഷേ വീണ്ടും എവിടെ നിന്നെങ്കിലും ഞാൻ കേട്ടേ പറ്റൂ. ആൻഡ് ഇറ്റ് വിൽ ബി റീകാസ്റ്റ് അല്ലേ, ഒന്നുകൂടി റീപ്ലൈ ചെയ്യും. അപ്പോൾ വീണ്ടും 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 കേൾക്കും. ഇപ്പം കേട്ടവർക്കും ഇനിയും കേൾക്കണം എന്നുണ്ടാവും, കേൾക്കാത്ത എനിക്കും കേൾക്കണമെന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് വീണ്ടും വീണ്ടും കേൾക്കും. ഓക്കെ എന്തായാലും ജനൻ ടി വിയുടെ വക സർപ്രൈസസ് ഉണ്ട്, അതൊന്നും ഇപ്പം പറയുന്നില്ല, സർപ്രൈസസ് ആയിട്ട് നിൽക്കട്ടെ. ആദരിക്കൽ ചടങ്ങിലേക്ക് അശ്വതി വിളിക്കൂ ഓരോരുത്തരെയായി. ആദ്യം തന്നെ നമുക്ക് നവീൻ മോഹനെ വിളിക്കാം. നവീൻ മോഹൻ പ്ലീസ് വെൽക്കം. പ്ലീസ് എല്ലാവരും ഒന്ന് താഴെ ഇറങ്ങിയാൽ. യെസ്, നവീൻ മോഹനൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. യെസ് പ്ലീസ്. ധനലക്ഷ്മി ബാങ്കിൻ്റെ AGM കൂടിയുണ്ട്, അദ്ദേഹം കൂടി ഒന്ന് വേദിയിലേക്ക് കടന്നു വരണം. യെസ്, പ്രിയപ്പെട്ട MD നവീനെ പൊന്നാട അണിയിക്കുക. അടുത്തതായി ശ്രീലാൽ വേണു. യെസ് ഓക്കെ ഹൈ പിച്ചൊക്കെ പാടി. അഭിജിത്ത്. അഭിജിത്ത് അടുത്തയാളാണ്. യെസ്, അടുത്തയാളെ വിളിച്ചത്. അഭിജിത്ത് പ്ലീസ്. യെസ്, സുരേഷ് ഏട്ടൻ. ഓക്കെ ഡോക്ടർ മോഹനൻ കുന്നുമൽ ആദരിക്കുന്ന ആളാണ്. ഹരികൃഷ്ണൻ വി, സ്വാഗതം. ഒന്ന് കൈയടിക്കുന്നേ. നെക്സ്റ്റ് ഹരികൃഷ്ണൻ പ്ലീസ്. സ്വയംവര സിൽക്സിൻ്റെ MD ശ്രീ ശങ്കരൻ കുട്ടിയാണ് ആദരിക്കുന്നത്. നന്ദഗോവിന്ദത്തിന് ഹരികൃഷ്ണന്മാരുണ്ട് കേട്ടോ. ഹരികൃഷ്ണന്മാരുണ്ടല്ലേ, അപ്പം മറ്റൊരു ഹരികൃഷ്ണനാണ് ഇത്. അതെ. ഹരിരാജ്. യെസ്, ധനലക്ഷ്മി ബാങ്കിൻ്റെ AGM ശ്രീകാന്താണ് ആദരിക്കുന്നത്. താങ്ക് യു. ഹരിച്ചേട്ടൻ അല്ലേ, നമ്മുടെ പണിക്കര് ചേട്ടൻ. ഒരു മിനിറ്റ് ഞാനൊന്ന് എടുക്കുകയാണ്. പണിക്കര് ചേട്ടൻ്റെ കൂടെ തുടക്കത്തിൽ അല്ലേ ഭജന പാടിയ ആളാണ്. അവിടെ നിന്നുള്ള ഈ വളർച്ച ഒരു 2 വാക്കിൽ പറഞ്ഞു. അതെ 25 വർഷമായിട്ട് ഒരു ദൈവത്തിൻ്റെ നാമങ്ങൾ പാടാൻ തന്നെ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതോടൊപ്പം പണിക്കരേട്ടനോടൊപ്പം അതിനുശേഷം തലമുറയോടൊപ്പം പാടാൻ കഴിഞ്ഞത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പേരിടാൻ, നന്ദഗോവിന്ദൻ എന്നുള്ള പേരിടാൻ സാധിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ഓക്കെ, എന്തായാലും ഹരിച്ചേട്ടനെ മേനക സുരേഷ് കുമാർ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. താങ്ക് യു. ഒന്ന് ആഞ്ഞ് കൈയ്യോട്ടെന്നേ. വൈഷ്ണവ്, സ്വാഗതം. ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങണം, ഇങ്ങനെ ഒരു നാമകീർത്തനം ചെയ്യണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് തോന്നിയത് എങ്ങനെയാണ്? എന്നിട്ട് എങ്ങനെയാണ് നിങ്ങളത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്? ഈശ്വര നിശ്ചയമായിരിക്കും, അതേ പറയാൻ പറ്റുള്ളൂ. എല്ലാം ദൈവത്തിനിട്ടുണ്ട്. ഈശ്വര നിശ്ചയം. യെസ്, അടുത്തതായി വൈഷ്ണവ് പ്ലീസ്. ജയകുമാർജി പ്ലീസ്. ഓക്കെ അടുത്തത് ടീം മാനേജർ ഉണ്ണികൃഷ്ണൻ. യെസ് പ്ലീസ്. മാനേജർ വാ. ഓക്കെ
ഇനി നമ്മുടെ ഹാർമോണിയം ആൻഡ് വോക്കൽ സപ്പോർട്ട് രാജേഷ് ജയൻ. രാജേഷ് പ്ലീസ്. രാജേഷ് ചേട്ടാ അസാധ്യ എനർജിയാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു. CFO പ്ലീസ്. അടുത്ത വയലിനിൽ വിസ്മയം തീർത്ത ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ. CFO വിനോദ് വി നായർ ആദരിക്കുന്നു. ഇനി വിഷ്ണു വേണുഗോപാൽ തിരുവഞ്ചൂർ. വിഷ്ണു വേണുഗോപാൽ പ്ലീസ്. മൃദംഗ വിദ്വാനാണ്. ഇതിലൊരു മത്സരം വേണ്ട. ഓക്കെ, ആദരിക്കൽ ചടങ്ങ് പുരോഗമിക്കുകയാണ്. നന്ദഗോവിന്ദം. ഓക്കെ. ഇനിയുണ്ട്. അപ്പുക്കുട്ടൻ തിരുവഞ്ചൂർ. പണിക്കരേട്ടൻ്റെ മോനാരാണ്? യെസ്, ഉണ്ണി. ഓക്കെ. അത് നമ്മുടെ ഇത് തുടങ്ങിയ നന്ദഗോവിന്ദം ഭജൻസ് അതിൻ്റെ സ്ഥാപകൻ ശ്രീ രാജേന്ദ്ര പണിക്കരുടെ മകനാണ് ശ്രീ ഉണ്ണിയാണ് ടീം മാനേജർ. യെസ്, എനിക്ക് തെറ്റിയില്ല. ഓക്കെ താങ്ക് യു. അടുത്തത് വിപിൻ വൈക്കം പ്ലീസ്. ജയകുമാർജി പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. വിപിൻ വൈക്കം. യെസ്, ഓക്കെ. യെസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്. ഓക്കെ. സിദ്ധാർത്ഥ് ശങ്കർ. യെസ്. അടുത്തതായി ഒരു സർപ്രൈസ് ഉണ്ട്. വരുൺ ആണോ സർപ്രൈസ്? യെസ്, സോറി, നവീനാണ് സർപ്രൈസ്. നവീൻ പ്ലീസ്. നമ്മുടെ ഫൈൻ ആർട്സ് സൊസൈറ്റിയിലെ കലാകാരൻ കാളിദാസ് ലൈവായിട്ട് പ്ലീസ്. അമ്മ രചിച്ചതാണോ ഇത്? അമ്മ രചിച്ചതാണോ ഭജനം? അല്ല. ഓക്കെ. യെസ്, ശാരദ ടീച്ചർ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ശാരദ ടീച്ചറാണ് പുസ്തകം സമ്മാനിക്കുന്നത്. യെസ്, ഓക്കെ. നവീന് പുസ്തകം സമ്മാനിച്ചു. ഇനി നവീനൊരു സർപ്രൈസ് പറയും പെട്ടെന്ന്. യെസ്, കാളിദാസ് ഫ്രം ഫൈൻ ആർട്സ് കോളേജ് തിരുവനന്തപുരം ലൈവായിട്ടാണ് ഈ പെൻസിൽ ഡ്രോയിങ് അദ്ദേഹം വരച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ആൾക്ക് പാസ് ഒന്നും കിട്ടാനിട്ട് വേദിയുടെ ഏറ്റവും പിറകിലിരുന്നാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത്. യെസ്, നവീൻ കഷ്ടപ്പെട്ടാണ്. കാരണം പാസ് കിട്ടാതെ ഏറ്റവും പുറകിൽ നിന്നിട്ടാണ് ഫോക്കസ് ചെയ്ത് പിടിച്ചിരിക്കുക. നോക്കൂ, അതിൽ ആ നരയും ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ കാളിദാസ് താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇത് കൊടുക്കല്ലേ? പുസ്തകം അടക്കം കൊടുക്കുകയാണോ? ശരി, ഓക്കെ. അടുത്തത് ഇത് ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. എല്ലാവർക്കും കൂടെ എല്ലാവരും ഒന്ന് ഏറ്റുവാങ്ങിയേ പ്ലീസ്. വരൂ ഒന്ന് പെട്ടെന്ന്. പേര് പറയും. പാർവതി എ ഗോവിന്ദ്. യെസ്, ഗിഫ്റ്റ്. അടുത്തതായി ജനം ടി വിയുടെ മെമൻറ്റോ ടീമിന് സമ്മാനിക്കാൻ MD ക്ഷണിക്കുന്നു.
പ്ലീസ് പ്ലീസ്. ഈ മൊമെൻ്റോ എല്ലാവരും ഒന്ന് ഏറ്റുവാങ്ങാം, എല്ലാവരും ഒന്ന് ഏറ്റുവാങ്ങാം. യെസ് യെസ് യെസ്, പ്ലീസ് പ്ലീസ്, എല്ലാവരും ഒന്ന് ഏറ്റുവാങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചടങ്ങ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതിനു മുമ്പ് ഒറ്റ കാര്യം, നവീൻ ശ്രീ നവീൻ, എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? തിരുവനന്തപുരം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തിരുവനന്തപുരം. ഈ ഒരു അനുഭവം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വെളുപ്പിനുള്ള ഫ്ലൈറ്റ് എടുത്ത് വന്നിട്ട് ഇന്ന് രാത്രിയിലുള്ള ഫ്ലൈറ്റ് തിരിച്ചു പോകുന്നത്. ആ ഒരു എനർജി മതി. ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലുമാണ്. അപ്പോൾ ഭജനയാണ് വർക്ക് ചെയ്യാനുള്ള എൻ്റെ ഒരു എനർജി. വീക്ക് ഡേയ്സിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോഴത്തേനും ആലോചിക്കും വീക്കെൻഡിൽ ഭജനയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അടുത്ത വീക്കെൻഡിലേക്കല്ല, ഇനി ഒരു വർഷത്തേക്കുള്ള എനർജി തന്നതിൽ താങ്ക് യു. അത്രയും മനോഹരമായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ ഒത്തിരി ഉപരി ഞങ്ങൾ അത് ഓർഗനൈസ് ചെയ്ത ജനൻ ടി വിക്ക് ഞങ്ങൾ പ്രത്യേകം വലിയ നന്ദി അറിയിക്കുന്നു. കാര്യം ഞങ്ങൾ മനസ്സിൽ കണ്ട ഇതെന്താണോ അതിൻ്റെ ഒരു 10 മടങ്ങെങ്കിലും മനോഹരമായിരുന്നു. ഇവിടുത്തെ വേദിയും ഓർഗനൈസ് ചെയ്ത രീതികളും ആൾക്കാരും ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഒരാഴ്ച മുന്നെയാണ് ഫസ്റ്റ് പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അത്രയും പേര് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഭയങ്കര സന്തോഷം. ഞങ്ങളെങ്ങനെ ഈ ചിരിച്ചുകൊണ്ട് പാടുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ തരുന്ന എനർജിയാണ് ഞങ്ങൾക്ക് വീണ്ടും സന്തോഷത്തോടെ പാടാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങൾ കോളേജ് മുതൽ ഈ ഒരു മേഖലയിലേക്ക് വന്നവരാണ് ഞാനൊക്കെ. അപ്പോൾ അന്ന് തൊട്ടുള്ള സൗഹൃദം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കത് നിങ്ങളിലേക്ക് അത്രയും സന്തോഷത്തോടെ എത്തിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു ക്രൗഡിനെ തന്നതിന് തിരുവനന്തപുരത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ നമ്മൾ മറന്നുകൂടാൻ പാടില്ലാത്ത ഒരു വിഭാഗമുണ്ട്, കേരള പോലീസ്. അൽനബ്യാർ, രാവിലെ 10 മണി മുതൽ ഈ നിമിഷം വരെയും ഒന്നിരിക്കാതെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യുന്ന നമ്മുടെ കേരള പോലീസ്, അവർക്ക് ഈ അവസരത്തിൽ ജനം ടി വിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. യെസ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ശുഭരാത്രി തരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.